ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു ടാസ്ക് അംജുക്കായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്ന് എന്ന് പറയുന്നത് ഫീമെയിൽ പ്രോഡക്ട്സ് ഞാൻ കുറച്ച് കാണിച്ചു തരും. ഓക്കെ, അത് അംജുക്ക ഗസ് ചെയ്യണം. കുറച്ച് പെൺകുട്ടികൾ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അത് അംജുക്ക ഗസ് ചെയ്യണം അത് എന്ത് പ്രോഡക്റ്റ് എന്നുള്ളത്. അവർക്ക് അതിന്റെ നെയിമും കറക്റ്റ് ആയിട്ട് പറയെങ്കിൽ നെയിം പറയണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ ഇതെന്തെങ്കിലും പറയും. ഓക്കെ, ആദ്യം ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളതിന് തുടങ്ങും, പിന്നെ അതിന്റെ ഇത് മാറി ഇങ്ങനെ ഹാർഡായിട്ട് വരും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ കേട്ടോ. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് വൺ ഇതെന്തുവാ? പാന്റി ലൈനേഴ്സ്. ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം, ഇത് അംജുക്ക കിട്ടുന്ന എനിക്കറിയായിരുന്നു. പാന്റി ലൈനേഴ്സ് എന്തിനാ അംജുക്ക യൂസ് ചെയ്യുന്നത്? ഇത് പീരിയഡ്സിന് വേണ്ടി എന്തോ ബന്ധപ്പെട്ടതല്ലേ? അതൊക്കെ ശരിയാണ്, ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ്. ലൈക്ക് അത് ലീക്ക് ആവാതിരിക്കാൻ എന്തോ ലീക്ക് പ്രൊട്ടക്ഷൻ. പാന്റി ലൈനേഴ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക, ഒന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യാറ് പീരിയഡ്സ് ഇല്ലേ, അത് നമ്മൾ ഡേറ്റ് ആയിട്ടുണ്ടാവും, എന്നാൽ പീരിയഡ്സ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഞാനിങ്ങനെ പാന്റി ലൈനേഴ്സ് യൂസ് ചെയ്യും, പാഡ് വെക്കാണ്ട് പാന്റി ലൈനർ. അതേപോലെ പീരിയഡ്സ് അവസാനിച്ചിട്ടുള്ള കുറച്ച് ദിവസമല്ലേ, അതും എന്തെങ്കിലും ആവുന്ന അങ്ങനെ ഒരു ഡിസ്ചാർജ് കാര്യങ്ങളും വേണ്ടി പാന്റി ലൈനേഴ്സ് യൂസ് ചെയ്യും. എന്തായാലും ഫസ്റ്റ് അംജുക കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നു. അടുത്തത് ഇതെന്താ? എന്ത് പ്രൊട്ടക്ഷൻ? ഇതെന്തൊരു പാഡാണെന്ന് തോന്നുന്നു. എന്ത് പാഡ്? ഇത് എന്ത് പറ? എന്തായിരിക്കും? വെജൈനൽ പ്രൊട്ടക്ഷൻ പാഡ്. ഷേപ്പ് കണ്ടിട്ട് അവൻ മനസ്സിലാക്കിയതാണ്. ഇത് എന്തോ ലൈക്ക് പാന്റിയുടെ എന്തോ സീനാണെന്ന് തോന്നുന്നത്. എന്താ ഇത്? തോറ്റാ? പക്ഷെ ഇതുവരെ എത്തി, ആ ഷേപ്പ് കണ്ടു മനസ്സിലാക്കി. ഇത് കുച്ചിനി ക്യാമൽ പാഡ്. കുച്ചിനി ക്യാമൽ പാഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമൽ പാഡ് എന്തിനാ വെച്ചാൽ നമ്മൾ ചില ലെഗിങ്സ് ഒക്കെ ഇടുമ്പോ നമ്മളുടെ അവിടുത്തെ ഈ വെൽവെട ഷേപ്പ് ഇങ്ങനെ കറക്റ്റ് എടുത്ത് കാണിക്കും, എക്സ്പോസ് ചെയ്ത് കാണിക്കും. അപ്പൊ അത് കവറപ്പ് ചെയ്യാനുള്ളതൊക്കെ. പക്ഷെ നീ അത് കറക്റ്റ് കിട്ടിയത് അത്ഭുതം. ഇവരെ എവിടോ ഞാൻ അറിയാണ്ട് പോകുന്നു. ഞാനിവിടെ ഈ സാധനം മേടിച്ചിട്ടില്ല. ഇതിന്ന് ഞാൻ പല സാധനങ്ങളും സത്യങ്ങളും മനസ്സിലാക്കാൻ പോവാ. നീ സൂക്ഷിച്ചോ. 1x ആപ്പിലൂടെയും അവരുടെ വെബ്സൈറ്റിൽ കൂടിയും നിങ്ങൾക്ക് 24/7 ലൈവായി ക്രിക്കറ്റ്, ഹോക്കി, ബാഡ്മിന്റൺ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസ് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീമിന്റെ ലൈവ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് അറിയാനും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനും സാധിക്കും. 1x ബെറ്റിന്റെ പുതിയ പ്രൊമോഷൻ അനുസരിച്ച് നിങ്ങൾക്കൊരു റിസ്ക് ഫ്രീ ബെറ്റ് ഗെയിം നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കും. അതായത് നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പൈസ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. ആദ്യ ഘട്ടം എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യുക, രണ്ടാമത്തേന്ന് പറയുന്നത് നിങ്ങൾക്ക് നിക്ഷേപിക്കുക, മൂന്നാമത്തത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം റീഫണ്ട് ലഭിക്കുക. അത് മാത്രമല്ല 1x ബെറ്റില് നിങ്ങളുടെ ആദ്യ നിക്ഷേപണത്തിൽ 100% ബോണസും തരുന്നു. അസ്ല 1x എന്നുള്ള എന്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 130% ബോണസ് ലഭിക്കും. അവരുടെ വെബ്സൈറ്റ് ഞാൻ നമ്മുടെ കമന്റ് ബോക്സിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. മിടുക്ക. അടുത്തത് ഇത് നിനക്ക് കിട്ടത്തില്ല. നിനക്ക് കിട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ക്ലൂ വരും? ഇല്ല, ക്ലൂ ഒന്നുമില്ല. ക്ലൂ ഗസ് നേരത്തെ ഗസ് ചെയ്ത പോലെ ഗസ് എന്തോ കവറപ്പ് ചെയ്യാനുള്ള എന്താണോ? ഓക്കെ, പറ. നേരത്തെ ലൈക്ക് ക്യാമൽ ടോ പറഞ്ഞ പോലെ. ക്യാമൽ ടോ അല്ല, ക്യാമൽ പാഡ്. ഇതെന്ത് പാഡാ? ഇത് നിപ്പിൾ പാഡ് അല്ലോ? അല്ല. പറ. തെറ്റി? അറിയില്ല. ഓക്കെ, ഇത് ഹീൽ ഗാർഡ് ഓർ ഹീൽ കോണ്ടം എന്നും പറയും. ഹീൽ ഗാർഡ് അല്ലെങ്കിൽ ഹീൽ കോണ്ടം അതെന്ന് വെച്ചാൽ നമ്മള് ഹീൽസ് ഇടത്തില്ലേ, ഹീൽസ് ഇടുമ്പോ ചിലവരെ കാല് പൊട്ടത്തില്ലേ? എനിക്ക് തന്നെ ചിലപ്പോ സംഭവിക്കാറില്ല. പിന്നെ ഇങ്ങനെ കാല് പൊട്ടിയിട്ടില്ല, അതാവാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഹീൽസ്. അങ്ങനത്തെ ചെരിപ്പൊക്കെ ഇടുമ്പോ ഹീൽ ഗാർഡ് മാത്രം അങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. ഹീൽ ഗാർഡ് ഓർ ഹീൽ കോണ്ടം. ഓക്കെ, ഇത് അംജുക്ക തെറ്റിയിരിക്കുന്നു. നെക്സ്റ്റ് വെരി സിമ്പിൾ സാധനം.
വൈബ്രേറ്റേഴ്സ്. അത് നാണായിട്ടല്ലേ ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ നോക്കി വൈബ്രേറ്റ് സെക്സ് ടോയ് അങ്ങനെ വൈബ്രേറ്റർ സെക്സ് ടോയ് സിമ്പിൾ. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് നെക്സ്റ്റ് സിമ്പിൾ ആയിട്ട് തരത്തുള്ളൂ. ഇനി അടുത്തത് ഇതെന്തുവാ? ഇത് സിമ്പിൾ. ഇതെന്തുവാ? ഇതാണ് എയർപോർട്ട് പില്ലോ. എന്ത് എയർപോർട്ട് പില്ലോ അല്ല, തെറ്റിപ്പോയി. എയർപോർട്ടിൽ കണ്ടിട്ടുള്ള സാധനം ഇത്. തെറ്റിപ്പോയി. ഇവൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോ പ്ലെയിനിൽ പോകുമ്പോ വെക്കില്ല ഇങ്ങനെ. ഇതെന്തൊരു സീറ്റാണ്. വെയിറ്റ്, ഇതെന്തോ ഇരിക്കുന്നതിന്റെ എന്തോ സെറ്റപ്പാണ് അല്ലേ? നീ പറഞ്ഞ തെറ്റി. എനിക്കറിയാം ഇത് നിന്നെ, എനിക്കറിയായിരുന്നു മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, കൺഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സാധനം ഇട്ടത്. പറയും കുറച്ചും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ പറയും. കഴുത്തുമായിട്ട് ബന്ധപ്പെട്ടവല്ലാണോ? സോറി ബേബി, അറിയില്ല, ഒരു ഐഡിയ ഇല്ല. ഇത് ഇങ്ങനത്തെ സാധനം അങ്ങനെ കണ്ടിട്ടുണ്ട്. അറിയില്ല, അറിയോ? ഇല്ല. പ്രഗ്നൻസി പില്ലോ. പ്രഗ്നൻസി പില്ലോ ഇങ്ങനെയാണോ? ആ, പ്രഗ്നൻസി പില്ലോ ഇങ്ങനെയുണ്ട്. നമ്മള് മറ്റേ എന്താ പറയാ, ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും സുഖമായിട്ട്, വയറ് സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ കിടക്കുമ്പോഴും ഒക്കെ വയറ് സപ്പോർട്ട് ചെയ്തിട്ട് കിടക്കുന്നത് പ്രഗ്നൻസി പില്ലോ ആണ് ഇത്. പക്ഷെ ഇത് കാണുമ്പോ മറ്റേ തോന്നും ഇങ്ങനെ. ഈ ഇമേജ് കണ്ടു കഴിഞ്ഞാൽ തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം ഇത് കണ്ട ആരും പറയാ ഫസ്റ്റ് നോട്ടത്തിൽ ഇത് പ്രഗ്നൻസി പില്ലോ മനസ്സിൽ പോകത്തില്ല. ഞാൻ അതുകൊണ്ട് ഈ പെണ്ണിനെ കണ്ട അവിടെ നിന്ന് കട്ട് ചെയ്തേക്കുന്ന ഈ ഭാഗത്ത് പ്രഗ്നൻസി പില്ലോ ആണ്. ഓക്കെ, ഇനി അടുത്തത് സിമ്പിൾ. ഇത് മറ്റേ ഇതല്ലേ, മറ്റേ മേക്കപ്പിനൊക്കെ ഉപയോഗിക്കുന്ന എന്താ ബ്ലഷ് കൊടുക്കുന്നത്, എന്ത് സാധനം? ഫൗണ്ടേഷനിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ ഐറ്റം. എന്താ പറയാ സ്പോഞ്ചാണോ? സ്പോഞ്ച് അല്ല, പുറത്തെ അറിയില്ല. പറഞ്ഞ സത്യം തന്നെ. യൂസേജ് ബ്യൂട്ടി ബ്ലെൻഡർ. ബ്യൂട്ടി ബ്ലെഡ് അല്ല, ബ്ലെൻഡർ. ബ്യൂട്ടി ബ്ലെൻഡർ. ഓക്കെ, മേക്കപ്സ് നോട്ട് മൈ ഡിപ്പാർട്ട്മെന്റ്. അതൊന്നും കൊണ്ട് കാര്യമില്ല. നീ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ബ്യൂട്ടി ബ്ലെൻഡർ ഇനി മറക്കരുത്. മറന്നോ നല്ല കടി കിട്ടും. എന്നെ എപ്പോഴും പറയണ സാധന. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തർക്കോത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുണ്ടിക്കടി കിട്ടും എന്നോട് ഇരുന്ന് പറയും. ചൂരൽ മേടിച്ചൊക്കെ ഇടക്കിരുന്ന് പറയും. അതേപോലെ ഇങ്ങോട്ടും തെറ്റിച്ച് കഴിഞ്ഞാൽ കാണിച്ചത്. ഞാൻ അടുത്തത് ഇതെന്തുവാ? ഇത് സക്ഷൻ കപ്പ് പോലെ ഉണ്ടോ? സക്ഷൻ കപ്പ് കൈൻഡ് ഓഫ് എന്താ ഇത്? ഇവിടെ വരത്തില്ലേ? പറഞ്ഞോ. അതിനെല്ലാം ഉപയോഗിക്കുന്ന സാധനമാണ്. ശരിക്കും ഞാൻ ഇത് ഒരിക്കലും നീ ഇത് പറയുന്ന വിചാരിച്ചില്ല. അതെങ്ങനെ നിനക്ക് കിട്ടി? നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടുകാണും ചിലപ്പോ. അത് ശരിയാണ്. അത് വെയറബിൾ പോർട്ടബിൾ പമ്പാണ്. നമ്മള് മിൽക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാര് മിൽക്ക് സെക്ഷന് യൂസ് ചെയ്യുന്ന പോർട്ടബിൾ പമ്പാണ്. പറ്റിയാളെ കിട്ടിയത് എന്റെ ഭാഗ്യം. ഇതെനിക്ക് ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ഭയങ്കരമായിട്ട് ഈ ഒരു സാധനത്തില് ശരിക്കും. ഓക്കെ എന്നാലും കൊള്ളാം, അതെനിക്ക് ഇഷ്ടായി. നീ ഒരു ഇത് തന്നെ. ഓക്കെ, ഇനി ഇത് നീ പറയണം. ഓക്കെ, ഇതെന്താ ഗുച്ചിയുടെ എംബ്ലോ? അല്ല, കുറച്ചും കൂടി ഒന്ന് ഞാൻ കൊറേ ഇങ്ങനെ ഓർത്ത് നോക്കി നോക്ക്. എവിടെങ്കിലൊക്കെ കണ്ട പരിചയം. കോപ്പറേറ്റീവ് പോലെ അല്ല ഈ സാധനം. ഞാൻ പോലും കോപ്പറേറ്റീവ് ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇരിക്കുന്നത് ലൈക്ക് സോറി, ഐ ഹാവ് നോ ഐഡിയ. അറിയില്ല, തീരെ കിട്ടുന്നില്ല. എന്തിനും പ്രൊട്ടക്ഷന് വേണ്ടിയാണോ ഇത് സാധനം? നിനക്ക് ഇപ്പൊ കുറച്ച് പ്രൊട്ടക്ഷൻ കൂടുതൽ. എന്തിനിപ്പോ പ്രൊട്ടക്ഷൻ വേണ്ടി കാര്യമില്ല. ഓക്കെ, തെറ്റി. ഇത് ഹൂക്ക് ബ്രാ എക്സ്റ്റെൻഡേഴ്സ്. നമ്മളെ ബ്രാ ഇടത്തില്ലേ, അപ്പൊ നമുക്ക് ഇപ്പൊ ക്ലിപ്പ് ചെയ്ത് വെക്കാം, എക്സ്റ്റെൻഡ് ചെയ്യാം, അങ്ങനത്തെ ഒക്കെ. ചിലപ്പോ ഇങ്ങനെ രണ്ടും കൂടി ജോയിൻ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനൊക്കെ ചെയ്യാനുള്ള സാധനമാണ് ഇത്. ബ്രാ പ്രൊട്ടക്ട് ചെയ്യാൻ. പക്ഷെ നിനക്ക് അത് എന്താന്ന് മനസ്സിലായില്ല. നീ വെറുതെ എറിഞ്ഞു നോക്കിയതാ പ്രൊട്ടക്ഷൻ. ഇപ്പൊ നിനക്ക് കാര്യം മനസ്സിലായി, നേരത്തെ മനസ്സിലായിട്ടില്ലായിരുന്നല്ലോ. അപ്പൊ തെറ്റി. ഇത് ഹൂക്ക് ബ്രാ എക്സ്റ്റെൻഡേഴ്സ്. ഭാഗ്യം എന്തെങ്കിലുമൊക്കെ കിട്ടാണ്ടിരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്തത്
ആ ഇത് നേരത്തെ പറഞ്ഞ സാധനം തന്നെ നിപ്പിൾ കവർ നിപ്പിൾ പാഡ് മിടുക്കൻ. ഐ ആം പ്രൗഡ് ഓഫ് യു. താങ്ക് യു മൈ സൺ. ബീൻ എ പ്ലഷർ. ഇത് നിപ്പിൾ പാഡ്. നമ്മള് ചില ഡ്രസ്സുകളൊക്കെ ഇടുമ്പോ ഇപ്പൊ നമ്മള് കോട്ടൺ ബ്രാസ് ഒക്കെ ഇടുമ്പോ ചിലപ്പോ നിപ്പിൾ എടുത്ത് കാണിക്കും. നിപ്പിൾ ചിലവർക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ടൈപ്പ് വരും. അപ്പൊ അത് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ കവർ ചെയ്യുന്നു. പിന്നെ ചില ഡ്രസ്സുകൾ ഭയങ്കര ഡീപ്പ് നെക്ക് ഒക്കെ ഇടുമ്പോൾ ഡ്രാ ചിലപ്പോൾ എടുത്തില്ല. അപ്പോൾ ഈ നിപ്പിൾ കവർ ചെയ്യാൻ വേണ്ടി നോക്കും. അങ്ങനത്തെ ഒക്കെ ഇതിന് നിപ്പിൾ കവർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നിപ്പിൾ പാഡാണിത്. സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്നെന്തിനാ സൂക്ഷിക്കേണ്ടത്? ഞാൻ പാവല്ലേ? ഈ പാവാണ്. വീട്ടുകാരൻ. അടുത്തത് നിനക്ക് കിട്ടാൻ പോണില്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരുന്നു. ഇത് വെരി സിമ്പിൾ. ഇത് കണ്ടറിയാം എന്താണ്. ബട്ടർഫ്ലൈ ക്ലിപ്പ്. ബട്ടർഫ്ലൈ ക്ലിപ്പ് മുടി വെക്കുന്ന ബട്ടർഫ്ലൈ ക്ലിപ്പ് അല്ല, തെറ്റി. എനിക്കറിയാം ബട്ടർഫ്ലൈ ക്ലിപ്പ് ഒന്നല്ല ഇത്. ചിലപ്പോ ഇതെങ്ങനെ ഞാൻ ബ്രാസ് സ്ട്രാപ്പിന്റെ സാധനം പറയും. എക്സ്റ്റൻഡർ ഒന്നല്ല. പറ. കിട്ടില്ല. ഇത് കാണുന്ന പലർക്കും പോലും ഗസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. നിങ്ങളും ഗസ് ചെയ്ത് നോക്കിയോക്കോ എന്താണ്. അറിയില്ല. തോറ്റ്. ടോ സെപ്പറേറ്റർ. നമ്മളുടെ വിരലുകളില്ലേ അതിങ്ങനെ ടോ സെപ്പറേറ്റ്, നെയിൽ പോളിഷ് ഇടാൻ അല്ലെങ്കിൽ വല്ല ക്ലീൻ ആക്കാൻ അങ്ങനൊക്കെ യൂസിന് വേണ്ടിട്ട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ, ടോ ഇങ്ങനെ വിരലുകൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സാധനമാണ് ടോ സെപ്പറേറ്റർ. പലർക്കും ഗസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. നിങ്ങൾക്ക് അതെ, ഞാൻ ഈ ഒരു സത്യം പറഞ്ഞ ഈ ഒരു സാധനത്തിൽ കൂടെ ഉദ്ദേശിച്ചത് ചിലവർക്ക് പലർക്കും അറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് ഇതിൽ കൂടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് വെച്ചിട്ട് നമുക്ക് മേടിക്കാലോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് വെച്ചിട്ട് മേടിക്കാലോ. ഇത് ടോ സെപ്പറേറ്റർ. ഇതെന്താ? ഇത് നിനക്ക് കിട്ടാൻ പോണില്ല. ഇതെന്തോ കൈൻഡ് ഓഫ് സ്ക്രബ് പോലെ ഉണ്ടല്ലോ. നമ്മൾ മറ്റേ എന്താ പറ ഫേസ് സ്ക്രബ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സാധനമാണോ? അല്ല. പിന്നെ എന്നാ ഇത്? കൈൻഡ് ഓഫ് ഒരു മാറ്റ് ആണല്ലോ ഇത്. എന്തോ എന്തോ ടൈപ്പ് ഓഫ് മാറ്റ് ആണല്ലോ ഇത്. എന്താ ഇത് സാധനം? എന്താ ഇത്? എന്തോ സ്ക്രബ് ചെയ്യുന്ന ഐറ്റം ആണെന്നോ തോന്നുന്നത്. ലൈക്ക് ഓൾമോസ്റ്റ്. എന്താ ഇത്? പേരൊക്കെ അവന് ഇടയിൽ പറഞ്ഞു, പക്ഷെ അവൻ പറഞ്ഞതൊക്കെ തെറ്റാണ്. പറഞ്ഞ പേര് ശരിയാ. സ്ക്രബ്ബർ മാറ്റ് ആണിത്. സ്ക്രബ്ബർ മാറ്റ്. പക്ഷെ മുഖം ഒരക്കാനുള്ള സ്ക്രബ്ബർ മാറ്റ് അല്ല ഇത്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ മേക്കപ്പ് ബ്രഷുകളൊക്കെ ഇല്ലേ, അതൊക്കെ വാഷ് ചെയ്യാൻ ക്ലീൻ ആക്കാൻ വേണ്ടി അത് ക്ലീൻ ആക്കാനുള്ള സ്ക്രബ്ബർ മാറ്റ് ആണ്. ബ്രഷ് നമുക്കുള്ളതല്ല. മുഖം തേച്ചൊരഞ്ഞിരിക്കും. അപ്പൊ പേര് പറഞ്ഞ ശരിയാ, സ്ക്രബ്ബർ മാറ്റ് കേട്ടോ. പക്ഷെ അത് മേക്കപ്പ് ബ്രഷ് ഒക്കെ ക്ലീൻ ചെയ്യാനും വാഷ് ചെയ്യാൻ വേണ്ടിട്ടുള്ള സാധനം. എന്നാലും പേര് ഒരു ഒപ്പിച്ച് സാധനം കണ്ടിട്ട് സാധനം ഒപ്പിച്ച് ഇതൊക്കെ ഭയങ്കര ഒരു ഇതുണ്ട്. എന്തോ ഒരു ഇതുണ്ട്. അടുത്തത് ഇവനിക്ക് കിട്ടും എനിക്ക് 100% ഉറപ്പാണ്. ഇതെന്താ? ടാമ്പോൺസ്. എനിക്കറിയാം അവന് കറക്റ്റ് അത് കിട്ടും. ഇങ്ങനത്തെ സാധനങ്ങള് പെട്ടെന്ന് കിട്ടും. ടാമ്പോൺസ്. ഇനി ഓക്കെ, ഇത് കിട്ടത്തില്ല. 100% ഉറപ്പ് ഇത് കിട്ടത്തില്ല. ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്കും ഗസ് ചെയ്യാം, നിങ്ങൾക്കും കിട്ടത്തില്ല. ഹെയർ ബാൻഡ് ഒന്നല്ല ഇത്. ഇത്ര കളേഴ്സ് കൊള്ളാലോ. ഇനി മറ്റേ ബ്രൈഡി ആണോ? പൊന്നു മോനെ, എനിക്ക് കരച്ചില് വരുന്നേ. എനിക്ക് പോലും നിന്റെ അത്ര വിവരം പോണില്ലല്ലോ. അവൻ അടുത്തെത്തുന്ന എല്ലാ സാധനത്തിന്റെ ഇതൊക്കെ നീ എങ്ങനെ? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഒന്നും കൂടി ഒരു സാധനം പറയാനുണ്ടോ? ഹെയർ കേളർ ആണിത് ശരിക്കും. അവന് അടുത്ത് വരെ എത്തി. നമ്മള് മുടിയൊക്കെ ചുരുട്ട ഇങ്ങനെ ചുരുട്ടി അത് ഹെയർ കേൾ ചെയ്യണ സ്റ്റിക്കുകൾ സാധനങ്ങളാ. എനിക്ക് സത്യം പറയുമ്പോ ഇതൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നത് ഇവൻ നല്ലൊരു അച്ഛനായി മാറും എന്നുള്ളതാണ്. നല്ലൊരു ഫാദർ ആവും. നല്ലൊരു ഹസ്ബൻഡ് ഒക്കെ ഇപ്പോഴാണ്, പക്ഷെ നീ നല്ലൊരു ഫാദർ ആയി മാറും. എനിക്കറിഞ്ഞില്ലെങ്കിൽ പോലും നീ നിനക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ നിനക്ക് പലതും അറിയാം. ഐ എം പ്രൗഡ് ഓഫ് യു. ഗ്രാൻഡ് ഫാദർ. ആദ്യം നീ നല്ല ഫാദർ ആവും, എന്നിട്ട് നീ ഗ്രാൻഡ് ഫാദർ ആവണതിനെ പറ്റിട്ട് ആലോചിക്കാം. ഇപ്പൊ ഫാദർ, നെക്സ്റ്റ് ഗ്രാൻഡ് ഫാദർ. ഓക്കെ നെക്സ്റ്റ്. ഇത് നിനക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അല്ല, എനിക്കറിയാത്. ഇത് അമ്മന്റെ അടുത്ത്, എന്റെ സിസ്റ്ററിന്റെ അടുത്തുണ്ടായിരുന്നു ഈ സാധനം. ഇത് മറ്റേ എന്തോ ഹെയർ പ്ലക്കർ, നമ്മുടെ ബോഡി ഹെയർ റിമൂവർ, ആ സാധനം തന്നെ. ഇത് സത്യം പറഞ്ഞ ഇതില് ഞാനോ നോക്കുന്നത്.
എനിക്കുണ്ട് ഒരു അമ്മയും പെങ്ങളും ഈ കാര്യങ്ങളൊക്കെ. നിനക്കൊരു ഭാര്യയുണ്ട്. ഭാര്യ. ഇതിന്റെ പേരറിയില്ലല്ലോ, അതെങ്കിലും അറിയില്ല എന്ന് പറ പ്ലീസ്. എപ്പിലേറ്റർ. അംജുക പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യ് കാലുമത്തൊക്കെ രോമം കളയാൻ വേണ്ടി പ്ലക്ക് ചെയ്ത് എടുത്ത് കളയാൻ വേണ്ടിട്ടുള്ള സാധനം അല്ല, പ്ലക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണ് എപ്പിലേറ്റർ എന്ന് പറയുന്ന സാധനം. നീ മിടുക്കനാ, മിടുക്കൻ. എനിക്ക് നിന്നോട് ഭയങ്കര ആരാധന തോന്നുന്നു, സത്യം പറയാലോ, ആരാധന. അടുത്തത് ഇത് കൈൻഡ് ഓഫ് എന്തോ ഡെഞ്ചർ കെയർ അങ്ങനത്തെ പല്ലിന് വേണ്ടി. അല്ല, തെറ്റി. ഇത് ഇങ്ങനെയൊക്കെ സാധനം എന്തോ ക്ലീൻ ആക്കാനുള്ള എന്തിനാ അത്? ഇതെന്തോ ഷേപ്പറാണ്. ഇത് നെയിലിന്റെ എന്തോ ഷേപ്പറിന്റെ പോലെ ഉണ്ട് സാധനം. അതെ, ഇതെന്തോ ട്രിമ്മർ, എന്തോ രാവുന്ന സാധനം. അതെ, എന്തോ ഒരു ഷേപ്പറാണോ? നെയിൽ ബഫർ അതങ്ങനെയല്ലേ പറയാ തോന്നുന്നു. നമ്മൾ നെയിൽസ് ഒക്കെ ഷേപ്പ് ചെയ്യാവല്ലേ, ഇപ്പൊ നെയിൽ ആർട്ട് ചെയ്യുമ്പോൾ നെയിൽ ഷേപ്പ് ചെയ്യും, മാനിക്യൂർ ഒക്കെ ചെയ്യുമ്പോ നെയിൽ ഇങ്ങനെ. അതന്നെ നീ പറഞ്ഞ സാധനം തന്നെ. എങ്ങനെ ഓ, ഞാൻ ഈ കളി ഇവിടെ അവസാനിപ്പിച്ചാലോ എന്ന് പറയണേ. നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ കളി? ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ മോളെ. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മിക്കവാറും അടുത്ത ഒന്നും അറിയില്ലായിരിക്കും. ഓക്കെ, ഇനി ഇത് എളുപ്പമുള്ളതാ. ഇത് മറ്റേ ഷേപ്പർ. ഷേപ്പർ എന്നല്ല അതിനെ പറയാം, ശരിക്കും പറയണം. സ്റ്റൈലർ എന്നല്ല പറയാം. ഇതിന്റെ യൂസ് എന്തുവാ? അൺവാണ്ടഡ് ഹെയർസ് എടുത്ത് കളയുക. എവിടുത്തെ? ഫേഷ്യൽ ഹെയർ റിമൂവർ. ഇത് തെറ്റി, ഇങ്ങനല്ല പറയാ. ടൈനി റേസേഴ്സ് ആണിത്. ഇത് മെയിൻ ആയിട്ട് പുരികത്തിന്റെ ഇവിടുത്തെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിട്ടുള്ള, മീശയുടെ ഇവിടത്തെ പുരികത്തിന്റെ അവിടെ ടൈനി റേസേഴ്സ്. കറക്റ്റ് പേര് പറഞ്ഞില്ലെങ്കിൽ നീ അപ്പ കളിന്ന് പുറത്തായോ? ഞാൻ ആകെ ഒരെണ്ണം കൂടിയൊക്കെ തരുള്ളൂ നിനക്ക്. അങ്ങനെ പറയില്ല. അടുത്ത എനിക്ക് കിട്ടത്തില്ല. അടുത്തൊരു സാധനം കിട്ടത്തില്ല. കമോൺ, അടുത്ത നിനക്ക് എന്തായാലും ഇനി കിട്ടാൻ പോണില്ല, അത് വേറെ കാര്യം. ഓക്കെ, പറ, ഇതെന്താന്നറിയോ? ഇത് ബോട്ടിലെല്ലാം പിടിപ്പിക്കുന്നതാണോ? ഇത് ഏത് ഈ സാധനം? ബോട്ടിൽ പിടിപ്പിക്കുക അല്ല, ഇത് ഹെയർ തലയായിട്ട് ബന്ധപ്പെട്ട വല്ല സാധനമാണ്? അല്ല. എന്താ തലയായിട്ട് ബന്ധപ്പെട്ട എന്തിന്റെ സാധനമാണോ ഇത്? പറഞ്ഞോ, തലയെ ബന്ധപ്പെട്ടാണെങ്കിൽ തലയെ ബന്ധപ്പെട്ടെന്ന് പറഞ്ഞോ. എന്തോ ഇത് ലൈക്ക് ഓയില് ഒഴിക്കുന്ന സാധനം. അതൊന്നുമല്ല, തല ബന്ധപ്പെട്ട തന്നെയൊക്കെ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. ഫിംഗർ ഡിഫ്യൂസർ നമ്മൾ ഇതാക്കുമ്പോ മുടി ഇങ്ങനെ എന്താ പറയാ, നല്ല കറക്റ്റ് ഈ ചടക്കം മാറി. ഫിംഗർ ഡിഫ്യൂസർ മറ്റേ ഈ സാധനമൊക്കെ മാറി നമ്മളെ മുടിയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ, നല്ല ഷേപ്പ്, അങ്ങനത്തെ ഒരു സാധനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മുടിയൊക്കെ അംജുക്കാക്ക് ഈ മുടിയുടെ എന്ത് കാര്യം വരുമ്പോഴും ഭയങ്കര ഇതാണ്. എന്താ വെച്ചാൽ നമ്മള് ഈ ഹെയർസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് നല്ല ഫൈൻ ടെക്സ്ചർ ഹെയറിന് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ എന്ത് സാധനം? ഡിഫ്യൂസർ. ഓക്കെ, ഹെയർ ഡിഫ്യൂസർ എന്നല്ലേ പേര്? സോറി, ഫിംഗർ ഡിഫ്യൂസർ. തെറ്റിപ്പോയി, തന്നെ കൂടി തെറ്റിച്ചേക്കുന്നു. ഇത്രേ ഉള്ളൂ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ചില സാധനങ്ങളുണ്ട്. കിട്ടില്ല എന്ന് വിചാരിച്ച സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടിയിരിക്കുന്നു. അത് ഞാൻ കുറച്ച് നമുക്ക് സാധാരണ നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഒരു ചെയ്യുമ്പോൾ എല്ലാവരും വെക്കാം നമ്മളെ പാഡ്, മെനസ്ട്രൽ കപ്പ്, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാം. ഞാൻ ഇപ്പോൾ അതെല്ലാവർക്കും അറിയാം. ഇപ്പം ഞാൻ എന്നെ ഈ വീഡിയോ ഷോർട്സിലൊക്കെ ഇട്ടിട്ട് അംജുക്ക് എന്നെ കണ്ട് മടുത്ത് ഈ സാധനങ്ങളൊക്കെ. അപ്പം ഞാൻ കുറച്ചും കൂടിയും നമുക്കറിയാത്ത എന്നാൽ ഇത് കാണുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി യൂസ്ഫുൾ ആവും, ഇങ്ങനത്തെയും സാധനങ്ങൾ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്ന ടൈപ്പ്. ഇത് ഒരേ സമയം ഇത് ഫണ്ണാണ്, അതേപോലെ ഇൻഫോർമേറ്റീവ് ആണ്, എന്റർടൈനിങ്, അങ്ങനത്തെ ഒരു സാധനമല്ലേ. അതുകൊണ്ട് ഞാൻ ഈ സാധനം എടുത്തതാണ്. എന്തായാലും കൊള്ളായിരുന്നു. ഓക്കെ, ഇതേപോലത്തെ കുറച്ച് ഫണ്ണി ടാസ്ക് ഒക്കെ ആയിട്ട് വരാട്ടോ ഞങ്ങൾ ഒരുമിച്ച്. ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവും ഒപ്പം തന്നെ ഫണ്ണും ആയിരിക്കും തോന്നിക്കുന്നത്. കുറച്ച് എന്തായാലും Thank you. Well done. Tata. Bye. Peace.